നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. തീ പാറട്ടെ തലസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് യുദ്ധം. ഒരു പുലർച്ചയിൽ മിറാഷ് വിമാനങ്ങൾ ശരവേഗത്തിൽ പാകിസ്ഥാൻ മണ്ണിൽ ബോംബ് വർഷിച്ചതുപോലെയായിരുന്നു BJP കുമ്മനം രാജശേഖരനെ തിരുവനന്തപുരത്ത് മത്സരത്തിനിറക്കി പ്രതിയോഗികളെ ഞെട്ടിച്ചത്. ഇനിയുള്ള നാളുകളാണ് നിർണായകം. കേരളത്തിലെ ഏറ്റവും താരമൂല്യമുള്ള മത്സരമാണ് തിരുവനന്തപുരത്ത്. സിറ്റിംഗ് MP ശശി തരൂരും സിറ്റിംഗ് MLA ആയ C ദിവാകരനും മത്സരിക്കാനായി ഗവർണർ സ്ഥാനം രാജിവെച്ച കുമ്മനം രാജശേഖരനും തമ്മിലാണ് പോരാട്ടം. കുമ്മനം വന്നതോടെ ഇപ്പോൾ ഒന്നും പറയുന്നില്ല എന്നും മത്സരം കടുക്കുമെന്നും ശശി തരൂർ പറഞ്ഞു കഴിഞ്ഞു. ശരിക്കും കേരളത്തിൽ ഒരു ദേശീയ രാഷ്ട്രീയത്തിലെ മത്സരം നടക്കുന്നത് തിരുവനന്തപുരത്ത് മാത്രമാണ്. ഇവിടെ ശബരിമല വിഷയം ആഴത്തിൽ ബാധിക്കും. അനന്തപുരിയിൽ സമരപ്പന്തലിൽ തീപ്പന്തമായി വെന്തുമരിച്ച വേണു എന്ന അയ്യപ്പ ഭക്തന്റെ മരണം പോലും വെറുതെ ആകില്ല. അതിലുള്ള ശബരിമല വികാരം ഇടതുമുന്നണിയുടെ അടിത്തറ ശക്തമായി ഇളക്കും എന്ന് തന്നെ പറയാം. ശബരിമല വികാരത്തെ ശശി തരൂരും ഭയക്കുന്നു. ശബരിമല വിഷയം തിരഞ്ഞെടുപ്പിൽ ബാധിക്കില്ല എന്ന് ശശി തരൂർ പറയുന്നു. ഇത്തരം അബദ്ധ പ്രസ്താവനകൾ തന്നെ ശശി തരൂരിന് അപകടമുണ്ടാക്കും. കാരണം ശബരിമല വിഷയത്തിൽ വേദനിച്ചു നിൽക്കുന്ന ഹൈന്ദവരോടാണ് തരൂർ കണ്ണിൽ ചോരയില്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നത്. ലഭിക്കുന്ന വോട്ടുകൾ കൂടി ചോരാൻ ഇത് കാരണമാകും. സ്ഥാനാർത്ഥിയെ നേരത്തെ കണ്ടെത്തി കളം ചൂടാക്കിയിരിക്കുകയാണ് CPI. എന്നാൽ പേയ്മെന്റ് സീറ്റ് വിവാദത്തിൽ നടപടിയെടുത്തതിന്റെ ചീത്തപ്പേര് ഇതുവരെ CPIക്ക് മാറിയിട്ടില്ല. ശശി തരൂരിനെ മലർത്തിയടിക്കാൻ ഗോദയിലേക്ക് ഇറങ്ങിയ C ദിവാകരൻ ഈ ഒരു പ്രചരണത്തിൽ പിന്നോട്ടടിക്കപ്പെടുമെന്ന് തീർച്ച. CPM അണികൾ തന്നെയാകും ദിവാകരന്റെ കാലുവാരുക. തിരുവനന്തപുരത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുമ്പോൾ ഉയർച്ചയുണ്ടായിരിക്കുന്നത് BJPക്ക് തന്നെയാണ്. അപ്പോൾ കുമ്മനം സ്ഥാനാർത്ഥിയാകുന്നതോടെ തെരഞ്ഞെടുപ്പ് ഗോദയിലെ 2 സ്ഥാനാർത്ഥികളെയും മലർത്തിയടിക്കാൻ സാധിക്കുമെന്നതിൽ തർക്കമില്ല. കാരണം വിജയം നിശ്ചയിക്കുന്നത് വോട്ടർമാരാണ്. തിരുവനന്തപുരം മണ്ഡലത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ. 2018 മെയ്യിൽ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് 2 ദിവസം ബാക്കി നിൽക്കെ തീർത്തും അപ്രതീക്ഷിതമായാണ് കുമ്മനം രാജശേഖരനെ മിസോറാം ഗവർണറായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് വരുന്നത്. കേരളത്തിലെ BJP പ്രവർത്തകരെ ആകെ അമ്പരിപ്പിച്ച പ്രഖ്യാപനമായിരുന്നു അത്. എന്തായാലും 9 മാസത്തിനു ശേഷം ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപായി അദ്ദേഹത്തെ കേന്ദ്ര നേതൃത്വം കേരളത്തിലേക്ക് തിരികെ കൊണ്ടുവരികയാണ്. രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ പോരാട്ടമാണ് 2ാം വരവിൽ കുമ്മനത്തെ കാത്തിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലത്തിൽ ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥിയെ തന്നെ ലഭിച്ച ആവേശത്തിലാണ് BJP ക്യാമ്പ് ഇപ്പോൾ. കുമ്മനം രാജശേഖരന്റെ മടങ്ങിവരവ് വളരെ കാലമായി കേരളത്തിലെ BJP പ്രവർത്തകരും RSS നേതൃത്വവും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. കേരളത്തിലെത്തിയ BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷായോടും മറ്റു ദേശീയ നേതാക്കളോടും ഇക്കാര്യം RSS നേതൃത്വം നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഗവർണർ പദവിയിൽ നിയമിച്ച ഒരാളെ തിരികെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ പ്രധാനമന്ത്രി നേരിട്ട് തീരുമാനമെടുക്കണമെന്നാണ് അമിത് ഷാ RSS നേതാക്കളെ അറിയിച്ചത്. ഇതോടെ പ്രധാനമന്ത്രിയിൽ നേരിട്ടും RSS കേന്ദ്ര നേതൃത്വം വഴിയും കേരളത്തിലെ RSS ഘടകം ഇതിനായി സമ്മർദ്ദം ചെലുത്തി. ഇതാണ് ഇപ്പോൾ കുമ്മനത്തിന്റെ മടങ്ങിവരവിന് വഴിയൊരുക്കിയതും. BJP സംസ്ഥാന അധ്യക്ഷനായി പ്രവർത്തിച്ചു വരുന്ന ഘട്ടത്തിലാണ് കുമ്മനം ഗവർണർ പദവിയിലേക്ക് എത്തുന്നത്. കേരള രാഷ്ട്രീയത്തിലേക്കുള്ള കുമ്മനത്തിന്റെ റീ എൻട്രി ഗ്ലാമർ മണ്ഡലമായ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായി തന്നെയാവും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. മറ്റത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ മാത്രമേ ഇനി ആ പ്രതീക്ഷ തെറ്റൂ. കേരളത്തിൽ BJP A+ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മണ്ഡലമാണ് തിരുവനന്തപുരം. നിയമസഭയിൽ പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റായ നേമവും 34 കൗൺസിലർമാരുള്ള തിരുവനന്തപുരം കോർപ്പറേഷനും അടക്കം BJPയുടെ സംസ്ഥാനത്തെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലാണുള്ളത്. വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം, അരുവിക്കര, പാറശാല തുടങ്ങിയ നിയോജക മണ്ഡലങ്ങളെല്ലാം തന്നെ BJPക്ക് ശക്തമായ വോട്ട് ബാങ്കുള്ള സ്ഥലങ്ങളാണ്. കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥി O രാജഗോപാലും കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂരും തമ്മിൽ ശക്തമായ മത്സരമാണ് ഇവിടെ നടന്നത്. LDF സ്ഥാനാർത്ഥിയെ 3ാം സ്ഥാനത്തേക്ക് തള്ളി BJP ഇവിടെ 2ാം സ്ഥാനം പിടിക്കുകയും ചെയ്തു. കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചുമതലകൾ പൂർണ്ണമായും BJP സംസ്ഥാന നേതൃത്വം RSSന് വിട്ടു നൽകിയിട്ടുണ്ട്. അതിനാൽ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലെ അവസാന വാക്കും RSSന്റേതാണ്. ശബരിമല വിഷയത്തോടെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിലെ എല്ലാ BJP നേതാക്കളും മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന മണ്ഡലം കൂടിയാണ് ഇന്ന് തിരുവനന്തപുരം. എന്നാൽ RSS നേതൃത്വം ഇവിടെ സ്ഥാനാർത്ഥിയായി ആഗ്രഹിച്ചത് കുമ്മനം രാജശേഖരനെയാണ്. ഔദ്യോഗിക പ്രഖ്യാപനം വന്നില്ലെങ്കിലും തിരുവനന്തപുരത്ത് സിറ്റിംഗ് MP ശശി തരൂർ തന്നെ വീണ്ടും മത്സരിക്കും എന്ന കാര്യം ഉറപ്പാണ്. കോൺഗ്രസിനല്ലാതെ UDFന്റെ മറ്റൊരു ഘടകകക്ഷിയും തിരുവനന്തപുരത്ത് മത്സരിക്കാനും താല്പര്യപ്പെടുന്നില്ല. ഇപ്പുറത്ത് LDFൽ CPIയുടെ സീറ്റാണ് തിരുവനന്തപുരം. മുൻ മന്ത്രിയും നെടുമങ്ങാട് MLAയുമായ C ദിവാകരനെയാണ് പാർട്ടി ഇക്കുറി തിരുവനന്തപുരത്ത് മത്സരത്തിനിറക്കുന്നത്. കഴിഞ്ഞ തവണ ബെന്നറ്റ് എബ്രഹാമിനെ ഇറക്കുക വഴി പേയ്മെന്റ് സീറ്റ് എന്ന നാണക്കേട് LDFനും CPIക്കും പേറേണ്ടി വന്നിരുന്നു.
സി ദിവാകരനെ തന്നെ മത്സരത്തിനിറക്കുക വഴി ശക്തമായ മത്സരമാണ് അവർ ഉദ്ദേശിക്കുന്നത്. 2009 CPIയുടെ സി രാമചന്ദ്രൻ നായരെ 99,998 വോട്ടുകൾക്കാണ് തിരുവനന്തപുരത്ത് തരൂർ പരാജയപ്പെടുത്തിയത്. എന്നാൽ ശക്തമായ ത്രികോണ മത്സരം നടന്ന 2014 തരൂരിന്റെ ഭൂരിപക്ഷം 15,470 കുറഞ്ഞു. മണ്ഡലത്തിലെ ന്യൂനപക്ഷ വോട്ടുകളും തീരമേഖലയിലെ വോട്ടുകളും കാര്യമായി UDFിലേക്ക് കേന്ദ്രീകരിച്ചുവെന്ന് അന്ന് വിലയിരുത്തലുണ്ടായി. 2014 നിന്നും വളരെ മാറിയ രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിലനിൽക്കുന്നത്. ശബരിമല വിഷയവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോടുള്ള തലസ്ഥാന നഗരത്തിന്റെ മനോഭാവവും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും. അതെന്തായാലും ദേശീയ രാഷ്ട്രീയത്തിലെ പ്രസന്നമുഖമായ ശശി തരൂരും മുൻ ഗവർണറായ കുമ്മനം രാജശേഖരനും CPI നേതാവ് സി ദിവാകരനും നേർക്കുനേർ വരുന്ന തിരുവനന്തപുരത്തെ പോരാട്ടം കേരളത്തിലെ രാജ്യത്തെ തന്നെ ഏറ്റവും ആവേശകരമായ പോരാട്ടങ്ങളിൽ ഒന്നാവും. അതേസമയം മത്സരം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മണ്ഡലത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള അടിയൊഴുക്കുകളിലേക്കാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.